ആ പോടെ ഒരു കൂടെ ഉള്ളൂ. ആ അതിങ്ങോട്ട് ഒഴിക്കടാ, സാധനം വരും. നീയേ ആ അബി വിളിച്ചിട്ട് ജവാൻ കൊണ്ടുവരാൻ പറ. ഞാനെപ്പോഴേ പറഞ്ഞു. ആഹാ, നീ കൊള്ളാമല്ലടാ, നീ മെച്ചപ്പെട്ടു പോയല്ല. വെള്ളം ഒന്ന് പോണ വെള്ളത്തിൽ വേറെ സ്ഥലത്തും ഇങ്ങോട്ട് വരെ വെള്ളം തരാന്ന്. ഹലോ, വെള്ളം തന്നാൽ തീരുന്ന പ്രശ്നമല്ലേ ഉള്ളൂ. നമ്മളൊക്കെ തമ്മിൽ സഹകരണം ഇല്ലെങ്കിൽ പിന്നെ വെള്ളത്തിന് വേണ്ടിയാണ് ലോകമായത്തങ്ങൾ സംഭവിക്കാൻ പോകുന്നത്. ഞാൻ ഇവിടെ വായിച്ചിട്ടുണ്ട്. നമ്മളൊക്കെ ഒരു കാര്യം ചെയ്യുമ്പോ അതിന്റേതായ രീതിയിൽ ചെയ്യണ്ടേ. ഇതിനു വേണ്ടിട്ടാണോ വെള്ളം? ഇതിന് കുടിക്കാൻ പോരെ, ചങ്കുപാടണ്ടെന്ന് ഓർത്താ. ഹലോ, ആയുടെ മക്കളെ പോറാ. ആരെയും അവർക്ക് കൊടുക്കുന്ന സാധനമൊന്നുമില്ല. ഓർഡർ ഉണ്ട്, ഇനി ആളിനെ വിളിച്ചു വരുത്തുവാണോ? ഉള്ളത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാൻ നല്ല മനസ്സാ. മറ്റേ പരിപാടിയായി വല്ലവന്റെ പറമ്പിക്കറി പരസ്യമായിട്ട് കള്ളു കുടിക്കുന്ന നല്ല കാര്യമാണോ? സാറിവിടെ കുടിക്കാൻ കോട്ടറോട്ട് വന്നപ്പോ ഞങ്ങളൊന്നും പറഞ്ഞില്ലല്ലോ. ഞാൻ അച്ചാർ മാത്രമേ കഴിച്ചിട്ടുള്ളൂ. അടിക്കാണ്ടല്ലോ അങ്ങനെ വന്നാ സാറേ, ബട്ടൺ പൊട്ടി സാറേ. പുതിയ ഷർട്ട് വിടാനോ? വിട്ടിട്ട് നിനക്ക് ഓടാനല്ലേ? അന്തസ്സുള്ള കുടുംബത്തിൽ നിന്നുള്ളതാ. അന്തസ്സുള്ള ചാച്ചപ്പ വാക്ക് പറഞ്ഞ വാക്കാ. ഉള്ളി പിടിക്കരുത്, ജട്ടി ഇട്ടിട്ടില്ല. സാറേ അടിക്കല്ലേ സാർ. ഒന്ന് വേഗം വാ മനുഷ്യ. അതെ, ഇവിടെ പറഞ്ഞതാ, പിള്ളേര് സ്കൂളിൽ നിന്ന് വരാൻ ലേറ്റായി, അതാ ഇറങ്ങാൻ വൈകിയത്. ഞാൻ കേറിയില്ലടി. വിളമ്പ് ചേച്ചി, ബീഫ് എടുക്കട്ടെ, കുറച്ച് ബീഫ് അവിടെ. ഓ പിടി എന്താടാ വിളിക്കിരിക്കോ സാറേ? അണ്ടറിട്ടാണോ വിളിക്കിരിക്കുന്നത്? അയ്യോ, പ്രിയപ്പെട്ടവരെ, വളപ്പിൽ വാണിയപ്പറമ്പിൽ പരസ്യ മദ്യപാനം നടത്തിയ ഒരുപറ്റം മദ്യപാനികളെയാണ് SI ലോനപ്പൻ സാറും സംഘവും പിടിച്ചുകൊണ്ടുവരുന്നത്. നിങ്ങൾക്കിപ്പോ ലൈവായിട്ട് കാണാം ഈ ഫേസ്ബുക്കിലൂടെ. അപ്പങ്ങാടിന്റെ കരയിൽ നിന്നാണ് ഈ മദ്യപാനികളെ സാർ പൊക്കിയിരിക്കുന്നത്. അതൊന്ന് കണ്ടേരെ. ഞാൻ ഞായറാഴ്ചകളിൽ മാത്രം കുടിക്കുന്ന ആളാണ്. ഞാൻ ഇവിടുത്തെ ഏറ്റവും വലിയ മുഴുകുടിയൻ. നീ പോടാ പാമ്പേ. മദ്യപാനി എന്നെ ഭീഷണിപ്പെടുത്തിയിരിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, എന്നെ കൊല്ലുമെന്ന് ഭീഷണിപ്പെടുത്തിയിരിക്കുകയാണ്. എനിക്ക് എന്തെങ്കിലും ആപത്ത് സംഭവിച്ചാൽ ഇദ്ദേഹമാണ്. മുഖം ഒന്ന് കണ്ടേരെ സാറേ, ഒന്ന് കാണിച്ചു തരാം. ഞാൻ വന്നിട്ട് നിന്നെ എടുത്തോളാം. പ്രിയപ്പെട്ടവരെ, കണ്ടില്ലേ, ഇതാണ് ഇവിടെ നടക്കുന്നത്. സാറേ സാറേ, ഞാനാ വാർഡ് മെമ്പറാ സോണിത്തോപ്പിൽ. ഞാനാണ് സാറിനെ അറിയിച്ചത്. ശരി ശരി, ഇനി ഉണ്ടെങ്കിൽ നമുക്ക് മരെ നീ എവിടെ പോകുന്നു? റേഷൻ കട പോയതാ സാറേ. അണ്ടർവെയർ തോളായിട്ടുണ്ടോ റേഷൻ കട? ഇട്ടോണ്ട് പോടാ. ആ പോ. എന്താ ഇത്? ഇത് വെള്ളം സോഡ സാറേ. എന്തിനാത്? അത് ഒരു മരുന്ന് കുടിക്കാനാ. സോഡ അഴിച്ചു കുടിക്കുന്ന മരുന്ന് എന്താന്ന് എനിക്കറിയാം. എൻ്റെ അപ്പൻ്റെ പേരെന്താടാ? ഗീവർഗീസ്. ഗീവർഗീസ്. വാ. എങ്ങോട്ടാ സാറേ? സ്റ്റേഷനിലോട്ട്. സാറേ ഞാൻ തന്നെ വരുന്നേ. കേറാ പറയാം സാറേ. വണ്ടി എടുക്കടാ, കേറ്. ഞാൻ വരണോ സാറേ? വണ്ടി എടുക്കടാ, പോട്ടെ. സാറേ സാറേ, ഒരർത്ഥം പറ്റുപോയി സാറേ. പറ്റരുത്. ഇനി പറ്റൂല സാറേ, ഞാൻ പോയിക്കോട്ടെ. സാറേ, ഇയാള് പൊക്കോട്ടെ. കൂട്ടത്തിലുള്ളവന്മാർ ഓടിയില്ലേ, അവന്മാരെ വിളിക്കേ. ആര് സാറേ? നിന്റെ കൂടെ ഉള്ളവന്മാർ ഓടിയില്ലേ, അവന്മാര് വരട്ടെ, വന്നിട്ട് നമുക്ക് തീരുമാനിക്കാം. സാറേ സാറേ, പിള്ളേരാ സാറേ, പാവത്തുങ്ങളാ, നമ്മളെപ്പോലെ മനക്കെട്ടിയൊന്നുമില്ല സാറേ. അവന്മാര് വരാതെ നിന്നെ വിടുന്ന പ്രശ്നമില്ല. സംഘം ചെല്ലും മദ്യപാനം ശ്രീപീഡനം ഒക്കെ ഉണ്ടല്ലോ, ഞാനങ്ങ് ചാത്തിത്തരും. സാറേ, ഞാൻ ശ്രീപീഡനത്തിലൊന്നുമില്ല. വിളിയടാ അവന്മാര്. ബീഫ് എനിക്ക് വേണ്ട.
ഞാൻ വെജാ. ഞാൻ പക്ഷെ നോൺ വെജ്. ഡേയ് ഇവിടെ പുളിശ്ശേരി എന്തെങ്കിലും കൊടുത്താട്ടോ. ആ ഇവിടെ കഴിക്കുമല്ലോ ബീഫ്? ആ കഴിക്കും. ഹലോ ചാച്ചപ്പ എവിടെത്തി? കള്ള എന്നെ കൊണ്ടൊന്നും പറയിക്കരുത്. നീ എന്നെ കൊണ്ട് ഇവിടെ വിട്ട് ഓടിയല്ലടാ. അതെ ചാച്ചപ്പഴത് എവിടാ? ഞാൻ സ്റ്റേഷനിലാടാ. ചാച്ചപ്പ ഞാൻ ഒരു വർക്കില്ല. ചാച്ചപ്പ എങ്ങനെയെങ്കിലും ഊര്. ഊരണമെങ്കിൽ നീ വരണം. അങ്ങനെ പറഞ്ഞാ എങ്ങനെ? ഇത് ഏറ്റെടുത്ത് വർക്ക് തീർക്കണ്ടേ? മനുഷ്യനായ ഒരു ഉത്തരവാദിത്തം വേണ്ടേ ചാച്ചപ്പ? വർക്കോ? ഏത് വർക്ക്? ചാച്ചപ്പ പ്ലീസ് എന്നെ നിർബന്ധിക്കരുത്. എനിക്ക് ചെറിയൊരു വിളമ്പ് കിട്ടി. വിളമ്പോ? ചേട്ടാ കുറച്ച് ബീഫ് എടുക്കട്ടെ. ബീഫോ? എന്റെ ചാച്ചപ്പ ഞാൻ ഇപ്പൊ വന്നാ ശരിയാവൂല. ഞാൻ ഫോൺ വെക്കുവാണ്. അവനെന്തിയാ സുബി? ബീഫ് ഇങ്ങോട്ട്. അയ്യോ ബീഫ് തരാം. എന്നെ പിടിയെ തിന്നല്ലേ ഇത്ര ആക്രാന്തം. സാറേ ഒരു വിളങ്ങി സോഡ മതി. സാറേ ഞാൻ പൊക്കോട്ടെ, ഞാൻ ചെയ്തില്ലല്ലോ. ആ ഇറങ്ങി വാടാ, വാ. സാർ ഇത് കണ്ടോ? ഇതൊന്നും വീട്ടിൽ വെക്കാൻ പറ്റത്തില്ല. പെണ്ണും പിള്ള മുട്ടൻ കലിപ്പ. എങ്ങനെയുണ്ട്? നീ ഒരു കലാകാരൻ്റെ മോനായതുകൊണ്ടാ ഇതൊക്കെ കാണിച്ചത്. കാറൽസ്മാൻ ചരിതത്തിന്റെ ചുവടിയാ, മനസ്സിലായോ? സ്ക്രിപ്റ്റ് ജോർജ് കുട്ടിയാസാൻ്റെയാ. പൊന്നുപോലെയാ ഞാനിതൊക്കെ സൂക്ഷിക്കുന്നത്. ഈ സ്ക്രിപ്റ്റ് ലോക്കപ്പ് ഇരിക്കേണ്ടതാണോടാ? എത്ര എത്ര തട്ടിൽ കളിച്ചതാ. അതൊക്കെ ഒരു കാലം. ഞാൻ പറഞ്ഞ മനസ്സിലായില്ലേ? നീ മനസ്സറിഞ്ഞൊന്ന് സഹായിക്കണം. ഞാൻ പറഞ്ഞു നോക്കാം. എടാ അത് പോരാ. ഇങ്ങനെ തിന്നും കുടിച്ചും ജീവിച്ചിട്ട് എന്താടാ കാര്യം? ജീവിതത്തിലൊരു ആത്മസംതൃപ്തിയൊക്കെ വേണ്ടേ? നിന്റെ അപ്പം തട്ടേ കയറിയ ശരിക്കും രാജാവായിരുന്നു, അമ്മ രാജ്ഞിയും. കാറൽസ്മാൻ ചരിതം തട്ട് പൊളിക്കാതെ അവരിറങ്ങിയിട്ടില്ല. അതൊന്നുകൂടെ തട്ടേ കയറ്റണം. അതെന്റെ വലിയൊരു ആഗ്രഹം. നടക്കും സാറേ. സാറിന്റെ ആഗ്രഹം നടന്നിരിക്കും. എന്താടോ ഇങ്ങോട്ട് മാറിക്കിടോ. സാറേ എന്നാ ഞാൻ പൊക്കോട്ടെ. സാറേ എന്റെ പരിചയത്തിലൊരാളാ. നല്ല കീടാണല്ലോ ആള്. സാറേ പുള്ളിനെ കൂടെ ഒന്ന് കൊണ്ടുപോയിക്കോ. പക്ഷെ ഞാൻ പറഞ്ഞ കാര്യം നടക്കണം. നടക്കും സാറേ. എന്ത് നടക്കുമെന്ന്? സാറിനിപ്പോ എന്താ നടക്കേണ്ടത് അത് നടക്കും. ഇവന്റെ അമ്മ നാടകത്തിൽ അഭിനയിക്കണം, അത് നടക്കുമോ? ഇത്രേ ഉള്ളോ? നടക്കും. അല്ലെങ്കിൽ ചാച്ചപ്പം നടത്തിയിരിക്കും. ഉള്ളതാണോടാ? ഞാൻ ശരിയാക്കാം സാറേ. ആ അപ്പോ ഓക്കെ സാർ, കാണാം. വേണേ ഒന്നാം തരം ബീഫ് ഒലത്തിയത്. ചാച്ചപ്പ എന്തിനാണ് വന്നത്? ഞാൻ ചത്തെന്നറിയാം. അന്നേരത്തെ സാഹചര്യം എന്നെ പാതാളത്തിൽ തള്ളിയിട്ടിട്ട് നീയൊക്കെ രക്ഷപ്പെട്ടില്ലടാ. അയ്യോ അങ്ങനെ പറയല്ലേ. ഞാൻ ഇവനെ പറഞ്ഞു വിട്ടല്ലോ. ഇവനെ പറഞ്ഞു വിട്ട കഥയൊന്നും നീ പറയണ്ട. ക്ഷമിക്ക് ചാച്ചപ്പ, നമ്മുടെ മോനല്ലേ. എന്ത് ക്ഷമിക്കാൻ? നിനക്കൊക്കെ ഞാൻ എന്തോരം കള്ളു വാങ്ങി തന്നിട്ടുണ്ടാ. നന്ദി വേണം. എനിക്കല്ല, ഒരു ആവശ്യം വന്നപ്പോ കട്ടയ്ക്ക് കൂടെയിരിക്കുന്ന വിചാരിച്ചത്. ഞങ്ങളുടെ തടി ഇങ്ങോട്ട് നോക്കണ്ടേ? സാരമില്ല ചാച്ചപ്പ, തടിക്കേടല്ലാതെ ഇറങ്ങിയല്ല. നീ മിണ്ടരുത്. നീ എന്നെ കുറിച്ച് എന്താടാ പോലീസിനോട് പറഞ്ഞത്? പരിചയത്തിലൊരാളെന്നല്ലേ? ഞാൻ നിന്റെ ആശാനെന്ന് പറയാൻ നിനക്ക് എന്താടാ മനക്കേട്? പറയടാ. അത് ശരി, നിനക്ക് നാണക്കേടാണോടാ? ചാച്ചപ്പ എത്രയ്ക്ക് മോശമാണോടാ? എന്തായാലും നീ ആ പറഞ്ഞത് ശരിയായില്ല. നീ അങ്ങനൊക്കെ പറഞ്ഞല്ലേ? നമ്മുടെ ചാച്ചപ്പൻ ചേട്ടൻ നിനക്ക് പരിചയക്കാരനല്ലേ?
ഞാൻ അത്രയ്ക്കൊന്നും പ്രതീക്ഷിച്ചില്ലടാ. ആഹാ ഇപ്പൊ എല്ലാം കൂടെ എന്റെ തലയിലായ. ചാച്ചപ്പ ഇതങ്ങ് പിടിച്ച. ഞങ്ങള് ചാച്ചപ്പനെ തള്ളി കളയോ? പിന്നെ ഞങ്ങൾക്ക് ആരാ ഉള്ളത്? നീയൊക്കെ എൻ്റെ വീക്ക്നെസ്സിലാണ് പിടിക്കണേ. ഈ ബീഫിലാണ് എന്നെ വീട്ടിൽ അടി അനിയെ